ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 3, ശ്ലോക 3. കൃപാതേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഖ പ്രശമന ദശാനാമ കിയതി ന കേ ലോകേ അസ്മിൻ അനിശം അയി ശോകാഭിരഹിതാ ഭവദ്ഭക്താ മുക്താഃ സുഖഗതിം അസക്താഃ വിദദതേ. കൃപ, ദയയോടുകൂടി, തേ ഭഗവാന്റെ, ജാത ജനിക്കുന്നത്, ലഭിക്കുന്നത്, ചേത് മനസ്സ്, കിം എന്തിന്, ഇവ ഇവയൊക്കെ, ന ഇല്ലാത്തത്, ഹി സംഭവിക്കുന്നത്, ലഭ്യം ലഭിക്കുന്നത്, തനുഭൃതാം ഭക്തന്മാരായ ദേഹികൾ, മദീയ എൻ്റെ, ക്ലേശൗഖ ക്ലേശങ്ങളൊക്കെയും, പ്രശമന ശമിപ്പിക്കുവാൻ വേണ്ടി, ദശ എളുപ്പത്തിൽ, നാമ കിയതി നാമം ചൊല്ലുന്നതു പോലെയുള്ള നിസാരമായ ആ കാര്യം, ന ഇല്ലാത്തത്, കേ ഏത്, കേ ഏത്, ലോകേ ലോകത്തിന്റെ ഭാഗത്ത്, അസ്മിൻ ദൃശ്യമാകുന്നത്, അനിശം ഇല്ലാതാക്കുന്നത്, അയി ഭഗവാന്റെ, ശോക ദുഃഖങ്ങൾ, അഭി ഇപ്പോൾ, രഹിത നശിപ്പിക്കുന്നത്, ഭവത് ഭഗവാന്റെ, ഭക്ത ഭക്തന്മാർ, മുക്താഹ മുക്തി പ്രാപിക്കുന്നത്, സുഖഗതിം സുഖത്തോടു കൂടിയത്, അസക്താഹ ഒന്നിലും ഒട്ടൽ ഇല്ലാത്തത്, വൈരാഗ്യമുള്ളവരായി തീരുന്നത്, വിദധതേ ചെയ്യുക, സഞ്ചാരം എന്നിവ മാത്രം ആലോചിക്കുക. കൃപാതേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഖ പ്രശമന ദശാ നാമ കിയതി ന കേ ലോകേസ്മിൻ അനിശമയീ ശോകാഭിരഹിതാഃ ഭവദ്ഭക്താ മുക്താ സുഖഗതിം അസക്താ വിദദതേ. ഭഗവാന്റെ ദയ ലഭിക്കുന്നത് മനസ്സിൽ ഏത് വിധത്തിലാണ് ആശ്വാസം എന്നു വെച്ചാൽ, ഭക്തന്മാരായ ദേഹികൾക്ക് തങ്ങളുടെ ക്ലേശങ്ങളൊക്കെയും മറക്കുവാൻ സാധിക്കുന്നു. അത് ശമിപ്പിക്കുവാനും ഭഗവാൻ അനുഗ്രഹിക്കുന്നു. അത് ഏറ്റവും എളുപ്പമായ മാർഗം ഭഗവാന്റെ നാമം ചൊല്ലുക എന്നതാണ്. അതിൽ ഇത്രയും നിസ്സാരമായ ഒരു കാര്യം ഒരു ഭക്തൻ നേടുകയാണെങ്കിൽ, ഏതേത് ഭക്തന്മാരാണോ അത് ചെയ്യുന്നത്, ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും അവർക്ക് ദൃശ്യമാകുന്ന ഇടത്തോളം അവർ ഒരിക്കലും ദുഃഖത്തെ അനുഭവിക്കുന്നില്ല. ഭഗവാൻ എപ്പോഴും അവരുടെ ദുഃഖത്തെ ശമിപ്പിക്കുക എന്നു മാത്രമല്ല, പരമമായ ആനന്ദത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഭഗവാന്റെ ഭക്തന്മാർ അങ്ങനെ മുക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. അവർ സുഖത്തോടു കൂടി ഒന്നിലും ഒട്ടലില്ലാതെ ജീവിക്കുന്നു. അതായത് ഏതൊരു വിധത്തിലാണോ സംബന്ധം ഇല്ലാത്ത രീതിയിൽ ഒരു വൈരാഗ്യം അവർക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുന്നുവോ, അത് അവർ എളുപ്പത്തിൽ സാധിക്കുകയും അവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു ഭക്തന്റെ ഒരു ഭക്തി പ്രാർത്ഥന മൂലം ഒരു ജന്മജന്മാന്തരത്തിന്റെ തന്നെ ആ ഒരു ജീവമരണ കാലചക്രത്തിൽ നിന്നും മുക്തരായിട്ട് അവർ ഒരു ഭഗവാന്റെ വൈകുണ്ഠത്തിലേക്ക് മോക്ഷം പ്രാപിച്ച് അവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ പരാമർശിക്കുന്നത്. താങ്ക് യു.